ഒരു അര ഡസൻ BJP-യുടെ MLA ഉണ്ടായിരുന്നുവെങ്കിൽ ശബരിമലയിലെ കട്ടിള പൊളിക്കുമായിരുന്നു. അത് ചോദിക്കാൻ അവിടെ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ. അപ്പോൾ ഇന്ത്യയിൽ മിസ് കോൾ അടിച്ച് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ, BJP ആവശ്യപ്പെട്ടപ്പോൾ, ഇന്ന് കേരളത്തിലെ മുസ്ലിം ലീഗിൽ ഉള്ളതിനേക്കാൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ ഓരോ വീടുകളിലേക്കും ഞങ്ങൾ എത്തിക്കും. BJP പോലൊരു പാർട്ടിയെ കേരളത്തിലെ ജനസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ഞങ്ങൾ മുസ്ലിമിനെതിരാണ്, ഞങ്ങൾ ക്രിസ്ത്യാനിക്കെതിരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നെറേറ്റീവ് ക്രിയേഷൻ കേരളം പോലെ ഒരു ചെറിയ രാഷ്ട്രീയ സ്പേസിൽ ഒരു 3 മുന്നണികൾക്കുള്ളൊരു സ്പേസ് അവിടെ ഇല്ല. ഏതെങ്കിലും 2 മുന്നണിക്ക് ഒരു സ്പേസ് ഉള്ളൂ ഇത്രയും കാലത്തെ ഒരു ചരിത്രം വെച്ച് നോക്കിയാലും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മുന്നണി, LDF ആണെങ്കിലും UDF ആണെങ്കിലും, അത് ആരെങ്കിലും ഇല്ലാതാവാതെ BJPക്ക് ഒരു സ്പേസ് ഇവിടെ ഇല്ല. അത് ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഞാൻ ചോദിക്കുന്നത്, BJPയുടെ മുഖ്യ എതിരാളി ആരാണ്? ഈ മുന്നണി എന്ന് പറയുമ്പോൾ CPI ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു പ്രധാന ഘടകകക്ഷി എന്നാണ് പറയുന്നത്. എത്ര മെമ്പർമാർ ആ പാർട്ടിക്കുണ്ട്? അവർക്ക് എത്ര മന്ത്രിയുണ്ട്? അവർക്ക് വോട്ട് ചെയ്യുന്ന ജനസംഖ്യ അനുപാതത്തിലല്ല മുന്നണി സംവിധാനത്തിൽ ഒരു പാർട്ടിയെ പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ആകെ 3 പാർട്ടിയേ ഉള്ളൂ. ശക്തമായിട്ടുള്ള പാർട്ടി എന്ന് പറയാനായിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കോൺഗ്രസ്, മാർക്സിസ്റ്റ്, BJP. അപ്പൊ ജനം ഇത്തവണ പ്രതലം സൃഷ്ടിക്കാൻ പോകുന്നത് BJP പറയുന്ന വികസനത്തിന് അനുകൂലമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, 2 മുന്നണികളുടെയും വികസന വിരുദ്ധത ചർച്ചയാക്കപ്പെടുമ്പോൾ, കേരളം വികസിക്കണ്ടേ എന്നുള്ള ഞങ്ങളുടെ ചോദ്യവും കേരളത്തെ ഞങ്ങൾ മാറ്റിത്തരാം എന്നുള്ള ചോദ്യവും, അതിനെ അനുകൂലിക്കുന്ന ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു മുന്നേറ്റം BJPക്ക് അനുകൂലമാക്കി ഉണ്ടാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ എണ്ണത്തിന് പ്രസക്തിയേ ഇല്ല. BJPയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ മാർഗ തടസ്സം എന്താണ്? കേരളത്തിൽ ഇതുവരെ വളരാതിരിക്കാൻ വളരാൻ കഴിഞ്ഞിട്ടില്ല. അതിന് മുന്നിലുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഞങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ചധികം കാലമായി. അല്ല, അതെ, അതിന് നല്ല കഷ്ടപ്പാടുണ്ട്. കാരണം BJP പോലൊരു പാർട്ടിയെ കേരളത്തിലെ ജനസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ഞങ്ങൾ മുസ്ലിമിനെതിരാണ്, ഞങ്ങൾ ക്രിസ്ത്യാനിക്കെതിരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നെറേറ്റീവ് ക്രിയേഷൻ. പിന്നെ കുറച്ച് ചിന്തിക്കുന്ന ബുദ്ധിജീവികൾക്കിടയിൽ പറയും ഞങ്ങൾ മനുസ്മൃതിയുടെ ആളുകളാണ്. പറയുന്ന ആളുകൾക്ക് സ്മൃതിയും ശ്രുതിയും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയില്ല. അവർ വേദങ്ങൾ പഠിച്ചിട്ടില്ല, പുരാണം പഠിച്ചിട്ടില്ല, ഉപനിഷത്ത് പഠിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ നരേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഞങ്ങളൊരു പിന്തിരിപ്പൻ ആൾക്കാർ, ഞങ്ങളൊരു പട്ടിക്കാടൻ ഗ്രാമീണ സ്റ്റൈലുള്ള ആൾക്കാർ, ഞങ്ങൾക്ക് ഈ നാട്ടിൽ നടക്കുന്ന, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല എന്നുള്ളൊരു നരേഷൻ അവർ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ അത് ഇവിടുത്തെ ഒരു ചർച്ചാ വിഷയം അല്ലെങ്കിൽ കൂടി ഞാൻ പറയാണ്, ശ്രുതിയും സ്മൃതിയും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാത്ത ആളുകൾ ഉണ്ടാക്കിയ ഒരു നരേഷൻ. ഇതേപോലെ മുസ്ലിം ജനസാമാന്യത്തോട് അവർ പറയുന്നത് BJP വേണ്ടാട്ടോ, BJP കേരളത്തിൽ വന്ന അപകടമാവും എന്ന് പറയാണ്. എന്നാൽ മുസ്ലിമിൽ തന്നെ അറിയപ്പെടുന്ന മുക്തർ അബ്ബാസ് നഖ്വിയെ പോലെയുള്ള ആളുകൾ, ഷാനവാസ് ഹുസൈനെ പോലെയുള്ള ആളുകൾ, നജ്മ ഹെപ്തുള്ളയെ പോലെയുള്ള ആളുകൾ, ആന്ധ്രയിലെ ഗവർണർ സ്ഥാനം വഹിക്കുന്ന ആളുകൾ, അതായത് ഇവരൊക്കെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ്. ആരിഫ് ഖാൻജി ഒരു കാലത്ത് അദ്ദേഹം BJPയിലേക്ക് വന്ന് പിന്നീടാണ് ഗവർണറായിട്ട് മാറുന്നത്. അപ്പോൾ ഇന്ത്യയിൽ മിസ് കോൾ അടിച്ച് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി BJP ആവശ്യപ്പെട്ടപ്പോൾ, ഇന്ന് കേരളത്തിലെ മുസ്ലിം ലീഗിൽ ഉള്ളതിനേക്കാൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ ഓരോ വീടുകളിലേക്കും ഞങ്ങൾ എത്തിക്കും. അങ്ങനെ ഞങ്ങൾ എത്തിക്കുമ്പോൾ ഞങ്ങൾ മുസ്ലിമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞങ്ങളുടെ പാർട്ടിയുടെ പേരെന്താണ്? ഞങ്ങളുടെ പാർട്ടിയുടെ പേര് ഭാരതീയ ഹിന്ദു പാർട്ടി എന്നല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. ആ ഭാരതീയ ജനതാ പാർട്ടിക്കകത്തുള്ള ഒരു മുസൽമാനെയും, അല്ലെങ്കിൽ ആ ആശയത്തിനെയാണ്, ഇപ്പം ലീഗിനെ നമ്മൾ എതിർക്കും, എന്നാൽ ഒരു സാധാരണ മുസൽമാന് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നരേഷൻ കൊണ്ട്, ഇവർ പൗരത്വ നിയമം വന്ന സമയത്ത് BJPയെ വർഗീയവാദികളാക്കി ചിത്രീകരിച്ചു. പൗരത്വ നിയമം വന്നപ്പോൾ കടകൾ അടയ്ക്കാൻ പറഞ്ഞു, അവർ സമരം നടത്തി, ഭീകരവാദ സംഘടനകളെ അവർ ഏകീകരിച്ചു. എന്നിട്ട് അവർ നല്ലവരായിട്ടുള്ള മുസ്ലിം ജനസാമാന്യത്തോട് പറഞ്ഞു BJP അപകടമാണ്, BJP ഇന്ത്യയിൽ നിങ്ങളെല്ലാം പുറത്താക്കും എന്നാണ് പറഞ്ഞത്. സത്യത്തിൽ എന്താണ്? അമേരിക്കയിലേക്ക് ഒരു ഇന്ത്യൻ പോകുമ്പോൾ അവൻ ഐഡന്റിറ്റി വേണ്ടേ? വേറൊരു രാജ്യത്തേക്ക് ഒരു ഇന്ത്യൻ പോകുമ്പോൾ അവൻ ഐഡന്റിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഐഡന്റിറ്റി എല്ലാ രാജ്യങ്ങളും സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലും ഐഡന്റിറ്റി സൂക്ഷിക്കണം എന്ന് പറഞ്ഞ, അതിന് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് വന്ന ഈ പൗരത്വ നിയമത്തെ പോലും ഞങ്ങൾക്കെതിരാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം BJPക്കെതിരാക്കി മാറ്റാൻ ശ്രമിച്ചു. അപ്പോൾ മുസ്ലിം ആളുകളുടെ മനസ്സിൽ ഭാരതീയ ജനതാ പാർട്ടിയോട് ഉണ്ടായിട്ടുള്ള ഒരു തോന്നലിലല്ല അവരിപ്പോൾ നിൽക്കുന്നത്. അവർക്ക് ബോധ്യം വരും അവരുടെ മക്കളെ ഉപയോഗിക്കുന്നത്
രാഷ്ട്രീയ മേഖലയിൽ ഒരു വർഗീയ വിഘടനവാദത്തെ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കാൻ സാധിക്കുമോ? ആ മുസ്ലിം ധ്രുവീകരണത്തെ ഇടതുപക്ഷത്തിന് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കുമോ? മുസ്ലിം ധ്രുവീകരണത്തെ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഈ മുസ്ലിം ധ്രുവീകരണത്തിലൂടെ അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇനി അടുത്ത ചാൻസ് എന്താണ്? ഇങ്ങനെ കഴുകൻ കണ്ണുകളോടുകൂടി ഇവർ കാത്തിരിക്കുന്നത് മുസ്ലിം ജനസാമാന്യത്തെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും. ഞങ്ങൾ അവരോട് പറയും, ഇന്ന് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ഓരോ വ്യക്തിക്കും മൈനോറിറ്റി മിനിസ്ട്രിയിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചും കേരളത്തിൽ കഴിഞ്ഞ UPA കാലഘട്ടത്തിൽ എത്ര കിട്ടിയെന്നും ഇപ്പോൾ മോദിജി വന്നതിന് ശേഷം എത്ര കിട്ടിയെന്നും ഈവൻ ഒരു മുസൽമാന്റെ ഏറ്റവും വലിയ അന്ത്യാഭിലാഷമായിട്ട് മതപണ്ഡിതന്മാർ പറയുന്ന ഹജ്ജിന് പോകുന്ന കാര്യത്തിലുള്ള എണ്ണത്തിൻ്റെ വർധനവ് പോലും അതിലെ അഴിമതി പോലും ഇല്ലായ്മ ചെയ്ത ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിൽ പണ്ടുണ്ടായിരുന്ന സിഖ് കലാപത്തെ പോലെ, പഞ്ചാബിലുണ്ടായ കലാപങ്ങളെ പോലെ, കാശ്മീരിലുണ്ടായിരുന്ന കലാപങ്ങളെ പോലെ ഇന്ന് രാജ്യത്തുണ്ടോ? ഒറ്റപ്പെട്ട സംഭവങ്ങളില്ല ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടായിരിക്കാം. ആ ഒറ്റപ്പെട്ട സംഭവങ്ങളെ മാറ്റി നിർത്തിയാൽ രാജ്യം ഇന്ന് സുഭദ്രമാണ്. രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികളെ വരെ ആ സേനയിൽ നിന്ന് അത്രയും ഈ രാജ്യത്തിൻ്റെ കാവൽക്കാരായിട്ടുള്ള പട്ടാളക്കാർക്ക് പോലും BJP നല്ല രീതിയിൽ രാജ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള തോന്നൽ ഉളവാക്കിയിട്ടുള്ള ഈ നാട്ടിൽ എന്തുകൊണ്ട് നമുക്ക് യഥാർത്ഥ മതേതരത്വം, യഥാർത്ഥ സ്വത്വം അത് കേരളത്തിൻ്റെ നമുക്ക് വീണ്ടെടുത്തുകൂടാ? അതിൽ എല്ലാവരും പങ്കാളികളാകണം എന്നുള്ള BJP മുന്നോട്ട് വയ്ക്കുന്ന ഞങ്ങളുടെ ആശയത്തെ മുസ്ലിം സുഹൃത്തുക്കൾ സ്വീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നേരത്തെ പറഞ്ഞു ബിഷപ്പന്മാർ അവരുടെ വാക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളുടെ സഭയ്ക്ക് ഇന്ന കാര്യങ്ങൾ വേണം, നേടിയെടുക്കാനുണ്ട് എന്നുള്ളത് അവർ പറയും. കാരണം എന്താണ്? അവർ ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും എന്നാൽ പൊതുവെ ബഹുസ്വരതയോടുകൂടി സമൂഹത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് സഭയുടെ ഉന്നമനത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ മുസ്ലിം ലീഗ് പറയുന്നത് പോലെയല്ല പാണക്കാട് തങ്ങൾ പറയുന്നത്. പാണക്കാട് തങ്ങളെ കേരളം കാണുന്നത് മുസ്ലിം ലീഗിൻ്റെ നേതാവിനേക്കാൾ അപ്പുറം ഒരു മതപണ്ഡിതൻ എടുക്കേണ്ട റോൾ അതായിരുന്നു പഴയ തങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു മതപണ്ഡിതനായിട്ടുള്ള മതത്തിനെ കൂടി തൻ്റെ കൺമുന്നിൽ നോക്കിക്കാണാൻ സാധിക്കുന്ന ആ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകൻ അല്ലെങ്കിൽ നേതാവ് പ്ലസ് ആ മതപണ്ഡിതൻ എന്നുള്ളതിൽ നോക്കുമ്പോൾ മതപണ്ഡിതനാണ് ഒന്നാം സ്ഥാനം അവർ കൊടുക്കുന്നത്. രണ്ടാമതേ മുസ്ലിം ലീഗിൻ്റെ നേതാവിന് അവർ ഒരു എന്താ പറയുക ഒരു മൂല്യം അവർ കൽപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ചർച്ചകൾ സാമാന്യ മുസ്ലിങ്ങൾ പരിശോധിക്കും എന്നും വികസനം എന്നുള്ള ഒരു പോയിന്റിലേക്ക് നമ്മുടെ നാട്ടിലെ ആളുകൾ എത്തും എന്നാണ് BJPയുടെ വിശ്വാസം. നേരത്തെ പറഞ്ഞല്ലോ ഈ പെർസെൻറ്റേജ് കണക്ക് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നില്ല. തിരുവനന്തപുരം പെർസെൻറ്റേജിൽ അത് തിരുവനന്തപുരം ചോദിച്ചു. അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഈ 30 കോൺസ്റ്റിറ്റ്യുവൻസി അത് ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുക, അവിടെ നമ്മുടെ ഊർജം എടുക്കുക, അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അങ്ങനെയാണോ നമ്മുടെ ഇലക്ഷൻ സ്ട്രാറ്റജി? അതായത് നമുക്ക് ജയിക്കാൻ സാധ്യതയുള്ളിടത്ത് നമ്മൾ പ്രവർത്തിച്ച് അവിടെ വിജയിക്കുക, മറ്റുള്ളവർക്ക് അത്ര ഇത് വേണ്ട, അങ്ങനെയാണോ? ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി അവരെടുക്കുന്ന സ്ട്രാറ്റജി തെരഞ്ഞെടുപ്പിന് മുൻപ് പുറത്ത് പറയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്ത് പറഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ട്രാറ്റജി നേരത്തെ മനസ്സിലാക്കും എന്നുള്ളത് കൊണ്ട് ആ ചോദ്യത്തിന് ഒരു ഉത്തരം ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നില്ല. പക്ഷേ കേരളം അങ്ങോളം ഇങ്ങോളം, അതുകൊണ്ടാണല്ലോ കണ്ണൂരിൽ ഞങ്ങൾക്ക് മുനിസിപ്പൽ മെമ്പർമാരുണ്ടായി, തലശ്ശേരിയിൽ മുനിസിപ്പൽ മെമ്പർമാരുണ്ടായി, പാനൂരിലും മൊകേരിയിലും പാർട്ടി വളർന്നു. കണ്ണൂരിലെ പഴയ കോൺഗ്രസിൻ്റെ പ്രബലനായിട്ടുള്ള ലീഡറായിട്ടുള്ള മിസ്റ്റർ രഘു BJPയിലേക്ക് വന്നു. അതുപോലെ ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് പ്രധാനപ്പെട്ട 2 പേർ എത്രയും പെട്ടെന്ന് തന്നെ വരാനുള്ള ഒരു കാര്യങ്ങളെല്ലാം തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു BJPയുടെ ഒരു കാഴ്ചപ്പാട്, ഞങ്ങളുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആകമാനം BJPയുടെ വളർച്ചയും എന്നാൽ കേരള നിയമസഭയിൽ ധാരാളം MLAമാരെ സൃഷ്ടിക്കുകയും ചെയ്യുന്നതായിരിക്കും. ആ സ്ട്രാറ്റജി കൊണ്ട് ഒരു പ്രവർത്തകന് പോലും തൻ്റെ പാർട്ടിക്ക് ഒരു ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെൻറ്റിൽ ഒരു അപാകത സംഭവിച്ചു എന്ന് 0.5% പോലും ഒരു പാർട്ടി പ്രവർത്തകന് തോന്നാത്ത രീതിയിലായിരിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നോട്ട് പോക്ക്. പെർസെൻറ്റേജ് അല്ല നമ്മുടെ വിജയം, പെർസെൻറ്റേജ് അതിനോടൊപ്പം കൂടും. കാരണം
എണ്ണം വർദ്ധിക്കുന്നതോടൊപ്പം പെർസെൻറ്റേജ് തീർച്ചയായിട്ടും കേരളത്തിൽ വർദ്ധിക്കും. പാർലമെന്റ് സമയത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നെത്താൻ ആവശ്യമായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഞങ്ങൾക്ക് കേരളം അങ്ങോളം ഇങ്ങോളം നൽകി എന്നുള്ളതാണ്. ഇത്തവണ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഭാരതീയ ജനതാ പാർട്ടി വന്നിരുന്നെങ്കിൽ കേരള നിയമസഭയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു 1/2 ഡസൻ BJPയുടെ MLA ഉണ്ടായിരുന്നുവെങ്കിൽ ശബരിമലയിലെ കട്ടിള പൊളിക്കുമായിരുന്നു. അത് ചോദിക്കാൻ അവിടെ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ. അപ്പോൾ അത് മാത്രമല്ല, എണ്ണി പറഞ്ഞാൽ SC മേഖലയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന മെഡിക്കൽ കോളേജും മെഡിക്കൽ കോളേജിൻ്റെ അനുബന്ധ റോഡുകളും മെഡിക്കൽ കോളേജിലെ പോസ്റ്റുകളും മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഭൂമിയും വരെ കേരളത്തിൽ വളരെ വലിയ അഴിമതിക്ക് കേന്ദ്രമാക്കിയിട്ടുക്കാർ കേരള നിയമസഭയ്ക്കകത്ത് ഈ വിഷയത്തെക്കുറിച്ച് നാളിതുവരെ ചോദ്യം ചെയ്യാൻ ആളുകളില്ലാതെ പോയത് BJPക്കാർ ഇല്ലാത്തത് കൊണ്ടാണ്, NDA ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ള ഒരു ചിന്ത ജനങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.